ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെ ഡബിൾ ടേപ്പ് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ അടപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ സാധനങ്ങളും ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. പിന്നെ അടപ്പിൻ്റെ രണ്ട് ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് നമുക്ക് ഇതേപോലെ ടൈലിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ കൈയൊക്കെ തുടയ്ക്കുന്ന ടവലൊക്കെ അതിനകത്തോട്ട് കൊളുത്തി വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ടവൽ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, എപ്പോഴും നമുക്ക് കിച്ചണിലൊക്കെ കൈ തുടയ്ക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ കൈയല്ല, പാത്രം പ്ലേറ്റൊക്കെ തുടയ്ക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ടവലിട്ട് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഇത് വെച്ച് ഇനി അടപ്പുകൾ വെച്ച് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഭിത്തിയിൽ അതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കതക് ചാരി പോകത്തില്ല. അതേപോലെ തന്നെ കതകിൻ്റെ ഡോറിനെ താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ റൂമിൽ കയറി കഥ അടയ്ക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ കഥ അടയ്ക്കത്തില്ല. കണ്ടോ, ഇതേപോലെ നമുക്ക് ഡോറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ടൈലിൽ ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കതക് ചാരുമ്പോൾ ഭിത്തിയിൽ ഇതേപോലെ പൊട്ടൽ വരും. അപ്പോൾ അവിടെയും ഇതേപോലെ നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കുപ്പിയുടെ അടപ്പുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ തട്ടി ആ പാട് വരത്തില്ല. അപ്പോൾ നമുക്ക് കതക് നമ്മൾ തുറന്ന് വെച്ചാൽ പോലും കണ്ടോ, ആ ഭിത്തി പൊട്ടത്തില്ല, ആ അടപ്പിൽ വന്ന് അടിച്ച് നിന്നോളും. കണ്ടോ, അപ്പോൾ ഇതേപോലെ കതക് തുറക്കുന്നതിനും അതേപോലെ അടയ്ക്കുമ്പം പിന്നെ അടഞ്ഞു പോകാതിരിക്കാനും ഒക്കെയുള്ള ടിപ്പാണ് കാണിച്ചത്. അതുപോലെ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ കാൽഭാഗം തുരുമ്പിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 4 അടപ്പ് 4 ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വൃത്തിയാക്കാനും തുടയ്ക്കാനും എല്ലാം പറ്റും. അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പ് നീക്കി ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പം ബ്ലാക്ക് കളറ് അടപ്പാണ് വെച്ചതെങ്കിൽ നമുക്ക് വൃത്തികേടില്ല കേട്ടോ. ഇതിപ്പം വീഡിയോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വൈറ്റും അതേപോലെ റോസ് കളറൊക്കെ വെച്ച് കൊടുത്തത്. ബ്ലാക്ക് ആകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതേപോലെ മീൻ മുറിക്കുന്നതിനല്ല, മീനിൻ്റെ ചിതമ്പൽ കളയുന്നതിന് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചിതമ്പൽ കളയാം. എവിടെയും തെറിക്കത്തില്ല, എല്ലാ ചിതമ്പലും ആ മൂടിക്കകത്തോട്ട് അങ്ങ് ആയിക്കോളും. കണ്ടോ, അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ചിതമ്പൽ കളയുകയാണെങ്കിൽ എവിടെയും തെറിക്കാതെ തന്നെ നമുക്ക് എല്ലാം ആ അടപ്പിനകത്തോട്ട് ഒതുങ്ങിക്കോളും, അതിൻ്റെ ആ ചിതമ്പൽ ഫുള്ളായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പോലും കത്തിയൊന്നും ഇല്ലാതെ നമുക്ക് മീനിൻ്റെ ചിതമ്പലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീനാക്കിയ മീൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ ചിതമ്പലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ മീനെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം കേട്ടോ. ഇതിപ്പം മൂടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഞാൻ കാണിച്ചു. ഇനിയിപ്പം നമുക്ക് ഇതേപോലെ പുഷ് പിടിപ്പിച്ച മിക്സി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്ലീൻ ചെയ്യുന്നതിനോ നമ്മൾ അരപ്പൊക്കെ അരയ്ക്കുമ്പോഴത്തേനും അതിൻ്റെയൊക്കെ അരപ്പ് വീണിട്ട് വൃത്തിയാക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ കാൽഭാഗത്ത് ഇതേപോലെ അടപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്ലീൻ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ. കണ്ടോ, അപ്പോൾ പുഷ് പിടിപ്പിച്ച മിക്സിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. കണ്ടോ, അപ്പം അടപ്പ് വെച്ച് ഞാൻ ഒരുപാട് ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റും അതേപോലെ തിളച്ച വെള്ളവും കേട്ടോ, അത് വെച്ചിട്ട് കാണിക്കുന്ന ടിപ്പാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ ആ പേസ്റ്റ് അലിഞ്ഞ് കിട്ടും. ഇതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല, പേസ്റ്റ് മാത്രം മതി നമുക്ക് എന്തെല്ലാം ക്ലീനാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച് പേസ്റ്റ്, അപ്പോൾ എത്രമാത്രം ക്ലീനിങ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പേസ്റ്റ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 1 സ്പൂൺ അളവിൽ ഞാൻ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ആ പേസ്റ്റ് പെട്ടെന്നൊന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പേസ്റ്റ് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പേസ്റ്റ് എല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ അതിനനുസരിച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് മാത്രം മതി, നല്ല സൂപ്പറായിട്ട് ക്ലീനായിട്ട് കിട്ടും. കാരണം നമ്മൾ ഈ കറ പിടിച്ച ഗ്ലാസ്സുകളും പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ്, വാഷ് ബേസിൻ, സിങ്ക് എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചൂടൊക്കെ ആറിയതിന് ശേഷം അതിനകത്ത് നമുക്ക് ഗ്ലാസ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ദാണ്ട ഇനി പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ അതിനകത്തോട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ അതിനകത്ത് കറയെല്ലാം തനിയെ പോയിക്കോളും കേട്ടോ. സ്റ്റീലിൻ്റെ ആണെങ്കിലും കുപ്പിയുടെ ഗ്ലാസ്സൊക്കെ ആണെങ്കിലും പ്ലേറ്റ് ആണെങ്കിലും എല്ലാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ തുരുമ്പിച്ച തൂക്കുപാത്രമൊക്കെ ഉണ്ടല്ലോ, തുരുമ്പ് പിടിച്ച ചില സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ മാറ്റിയിടുമ്പോൾ ആ ഭാഗത്തൊക്കെ തുരുമ്പ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് പോയി കിട്ടുന്നതിന് ഇത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ എന്താണ് ഗ്ലാസ് കണ്ടോ, ഇതേപോലെ കുപ്പിയുടെ ഗ്ലാസിൻ്റെ കറ, ചായയൊക്കെ സ്ഥിരം കുടിക്കുന്ന ഗ്ലാസ്സിനൊക്കെ ഇതേപോലെ കറയുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നമുക്ക് സോപ്പും ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ ഇത് വളരെ പ്രയോജനമാണ്. ചിലവർക്ക് ഡിഷ് വാഷ് തൊട്ടാലോ അതുപോലെ സ്ക്രബ്ബർ കയ്യിൽ പിടിച്ചിട്ട് ഉരച്ച് ബലം പിടിച്ചൊക്കെ തേക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലവർക്ക് അലർജി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. കാരണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് മുകളിലൊക്കെ എണ്ണമയമായിട്ട് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കിയാലേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ആ സ്റ്റീലിൻ്റെ ഭാഗത്ത് ആ തട്ട് അതിനകത്ത് തേച്ചിട്ട് ഇതേപോലെ ആക്കുകയാണെങ്കിൽ അതിനകത്തുള്ള തുരുമ്പ് കറയൊക്കെ പോയി കിട്ടും. അത് മാത്രമല്ല എണ്ണയുടെ എണ്ണയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ടവൽ വെച്ച് തുടച്ചെടുക്കുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീനായി കിട്ടും കണ്ടോ. അതേപോലെ അത് വാഷ് ബേസിൻ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ച് കിടക്കുക കറയൊക്കെ ആയിട്ട് കണ്ടോ. അപ്പം ഈ വെള്ളം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ച് ഇതേപോലെ ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കണ്ടോ. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ഒരുപാട് ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപോലെ ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം ഈ ഒരു വെള്ളം വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലഷ് അടിച്ചാൽ മതി. ക്ലോസറ്റ് എല്ലാം ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത് നമ്മുടെ ക്ലോസറ്റിൽ കുറച്ച് ഈ പേസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രാവിലെ ഫ്ലഷ് അടിക്കുക. നമുക്ക് തേച്ച് ഇടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള മഞ്ഞക്കറയെല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ, അതേപോലെ ബാത്റൂം, അതേപോലെ കിച്ചണിലെ സിങ്ക് എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സാധനം മാത്രം മതി. അപ്പം ഇന്ന് കാണിച്ച ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. കണ്ടോ, ഈ വെള്ളത്തിൽ തൊട്ടിട്ട് നമുക്ക് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഗ്ലാസ്, കണ്ണാടി അതേപോലെ കണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ. അലമാരയുടെയൊക്കെ ഗ്ലാസ് ഇതേപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടോ ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സിൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.